type of spillway is emergency spillway. So as the name suggests, emergency spillway is an auxiliary spillway which gives an additional factor of safety to the main spillway. എമർജൻസി സ്പിൽവേ എന്ന് പറയുന്നതല്ല, അത് മെയിൻ സ്പിൽവേ അല്ല, അതൊരു അഡീഷണൽ സ്പിൽവേ അല്ലെങ്കിൽ ഓക്സിലറി സ്പിൽവേ ആണ്. മെയിൻ സ്പിൽവേക്ക് ഒരു എക്സ്ട്രാ ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്പിൽവേ ആണ് എമർജൻസി സ്പിൽവേ. When flood discharge exceeds the designed flood discharge, an emergency spillway comes into action. നമുക്കറിയാം, നമ്മളൊരു ഡാം ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ല ഡാം ഡിസൈൻ ചെയ്തിട്ട് FRL ആയിരിക്കും ഡാമിനെ നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ FRL ക്രോസ് ചെയ്ത് വാട്ടർ ലെവൽ വരുവാണെങ്കിൽ നമ്മൾ സ്പിൽവേ വഴി എക്സസ് വാട്ടറിനെ കടത്തി വിടും. അപ്പോൾ നമ്മൾ സ്പിൽവേ ഡിസൈൻ ചെയ്യുമ്പോൾ ഫ്ലഡ് ഡിസ്ചാർജ് കണക്കിലെടുത്താണ് സ്പിൽവേ ഡിസൈൻ ചെയ്തത്. എന്നാലും ചിലപ്പോൾ നമ്മൾ ഈ കണക്കിലെടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്ലഡ് ഡിസ്ചാർജിനേക്കാളും കൂടുതൽ വരുവാണെങ്കിൽ, ആക്ച്വൽ ഫ്ലഡ് ഡിസ്ചാർജ് ഡിസൈൻ ഫ്ലഡ് ഡിസ്ചാർജിനേക്കാളും കൂടുതൽ വരും ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മെയിൻ സ്പിൽവേ കൂടെ കടത്തി വിടാവുന്ന വാട്ടറിന്റെ കളും കൂടുതൽ വാട്ടർ കാണും സ്പിൽവേയിൽ. അപ്പൊ നമ്മൾ ഈ എമർജൻസി സ്പിൽവേയും കൂടെ യൂസ് ചെയ്യും. അതായത് മെയിൻ സ്പിൽവേക്ക് ഒരു അഡീഷണൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിലറി സ്പിൽവേ ആണ് എമർജൻസി സ്പിൽവേ. എമർജൻസി സ്പിൽവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓക്സിലറി സ്പിൽവേ providing additional factor of safety to main spillway. Main spillway ക്ക് additional factor of safety provide ചെയ്യുന്ന auxiliary spillway, അതാണ് emergency spillway. When flood discharge exceeds designed flood discharge, emergency spillway comes into action. Emergency spillway comes into action. അതാണ് emergency spillway. Now sixth one is shaft spillway. Sixth one is shaft spillway. So in shaft spillway there should be some rock spur projecting into reservoir for a good distance to house the spillway. അപ്പോൾ ഈ സ്പിൽവേയെ ഹൗസ് ചെയ്യാൻ വേണ്ടി ഒരു റോക്ക് സ്പർ ഉണ്ടായിരിക്കണം. എവിടെ ഉണ്ടായിരിക്കണം? റിസർവോയറിലോട്ട് നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു റോക്ക് സ്പർ ഉണ്ടായിരിക്കണം ഷാഫ്റ്റ് സ്പിൽവേ. എന്തിനാണ്? ഈ സ്പിൽവേ നമുക്ക് ഹൗസ് ചെയ്യാം. The shape of the shaft is just like a funnel turned at right angles. അപ്പോൾ ഈ ഷാഫ്റ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫണലിനെ റൈറ്റ് ആംഗിളിൽ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു ഷേപ്പിലായിരിക്കും ഷാഫ്റ്റ് ഇരിക്കുന്നത്. ആൻഡ് ടേക്കൺ ഔട്ട് ബിലോ ദ ഡാം ഹൊറിസോണ്ടലി. എന്നിട്ട് ഡാമിന്റെ വെളിയിലോട്ട് ഇതിനെ ഹൊറിസോണ്ടലി ആയിരിക്കും എടുത്തിരിക്കുന്നത്. Water spills over the crest which is circular and then enters the vertical shaft. അപ്പം ഈ സ്പിൽവേയുടെ ക്രസ്റ്റ് സർക്കുലർ ആണ്. അങ്ങോട്ട് വാട്ടർ എൻ്റർ ചെയ്തിട്ട് പിന്നെ അത് വെർട്ടിക്കൽ ഷാഫ്റ്റിൽ വന്നിട്ട് ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ത്രൂ ബിലോ ദ ഡാം ത്രൂ എ ഹൊറിസോണ്ടൽ ടണൽ. അപ്പം ഈ ഷാഫ്റ്റ് സ്പിൽവേ എങ്ങനെയാണ്? ഷാഫ്റ്റ് സ്പിൽവേയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫണലിനെ റൈറ്റ് ആംഗിൾസിൽ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഈ ഷാഫ്റ്റ് സ്പിൽവേയുടെ ഷേപ്പ്. അപ്പം ഈ ഷാഫ്റ്റ് സ്പിൽവേയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. അപ്പൊ എക്സസ് വാട്ടർ ഈ സർക്കുലർ ഷേപ്പുള്ള ക്രസ്റ്റിന്റെ മുകളിലൂടെ സ്പിൽ ചെയ്തിട്ട് അതിന്റെ വെർട്ടിക്കൽ ഷാഫ്റ്റിൽ വന്നിട്ട് ഡാമിൽ നിന്ന് അത് പുറത്തോട്ട് ഹൊറിസോണ്ടൽ ടണൽ വഴി വരും. അപ്പൊ എക്സസ് വാട്ടർ ഇതിന്റെ സർക്കുലർ ക്രസ്റ്റിനെ സ്പിൽ ചെയ്ത് വെർട്ടിക്കൽ ഷാഫ്റ്റിലൂടെ കയറി ഡാമിൽ നിന്ന് പുറത്ത് എങ്ങനെ വരുന്നത്? ഹൊറിസോണ്ടൽ ടണൽ വഴി വെളിയിൽ വരും.
അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഷാഫ്റ്റ് സ്പിൽവേ. അപ്പൊ ഇൻ ഷാഫ്റ്റ് സ്പിൽവേ there should be some rock spur. There should be rock spur projecting into reservoir. Rock spur projecting into reservoir for a good distance to house the spillway. Spillway house ചെയ്യാൻ വേണ്ടി എന്തുണ്ടായിരിക്കണം? റിസർവോയറിൽ നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന റോക്ക് സ്പർ ഉണ്ടായിരിക്കണം. Then shaft is in the shape of funnel turned at right angle. Shape of funnel turned at right angles. ഫണലിനെ റൈറ്റ് ആംഗിളിൽ ടേൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ആ ഷേപ്പിലായിരിക്കും. ആ ഷേപ്പ് ആയിരിക്കും ഷാഫ്റ്റിൻ്റെത്. ഈ വാട്ടർ എങ്ങനെ ഫ്ലോ ചെയ്യും? വാട്ടർ spills over circular crest, enters vertical shaft, enters vertical shaft and is taken out below the dam through horizontal tunnel. Taken out below dam through horizontal tunnel. സോ ഇങ്ങനെയാണ് ഷാഫ്റ്റ് സ്പിൽവേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഷാഫ്റ്റ് സ്പിൽവേ എന്താണ്? റിസർവോയറിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഒരു നല്ല ഡിസ്റ്റൻസിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു റോക്ക് സ്പർ വേണം ഇൻ ഓർഡർ ടു ഹൗസ് ദ സ്പിൽവേ. സ്പിൽവേ ഹൗസ് ചെയ്യാൻ വേണ്ടി റിസർവോയറിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഒരു നല്ല ഡിസ്റ്റൻസിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു റോക്ക് സ്പർ വേണം. ഇതിന്റെ ഷേപ്പ് എങ്ങനെയാ? ഷാഫ്റ്റ് സ്പിൽവേയുടെ ഷാഫ്റ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിലേക്ക് ടേൺ ചെയ്ത് വെച്ച ഫണൽ പോലെ ഇരിക്കും. അതായത് അതിനൊരു സർക്കുലർ ക്രസ്റ്റ് ഉണ്ട്. അതിലൂടെ ആയിരിക്കും വാട്ടർ സ്പിൽ ചെയ്യുന്നത്. വാട്ടർ സ്പിൽ ചെയ്യുന്ന ഈ സർക്കുലർ ക്രസ്റ്റിൽ വാട്ടർ സ്പിൽ ചെയ്യും. വാട്ടർ സ്പിൽസ് ഓവർ ദ ക്രസ്റ്റ് വിച്ച് സർക്കുലർ. അപ്പൊ സർക്കുലർ ക്രസ്റ്റിനെ മുകളിലൂടെ വാട്ടർ സ്പിൽ ചെയ്ത് വെർട്ടിക്കൽ ഷാഫ്റ്റിൽ കയറി ഡാമിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരും. ഡാമിന്റെ അടിയിൽ ഒരു ഹൊറിസോണ്ടൽ ടണൽ കൊടുത്തിട്ടുണ്ട്. അത് വഴി വെള്ളം വെളിയിൽ വരും. ഫിഗർ ഇസ് ഗിവൺ അലോങ് സൈഡ്. Last type of spillway is siphon spillway. Siphon spillways are of two types. First one, saddle siphon spillway, and second one, volute siphon spillway. Now first let us see how a saddle siphon spillway works. In a saddle siphon spillway, the crest of the siphon spillway is fixed at full reservoir level. When the water level in the reservoir rises above FRL, water starts spilling over the crest. അപ്പോൾ സാഡിൽ സൈഫോൺ സ്പിൽവേയിൽ എങ്ങനെയാണ്? ക്രസ്റ്റ് FRL ആയിരിക്കും. Crest of the spillway is at FRL. അപ്പൊ എന്ത് സംഭവിക്കും? റിസർവോയറിലെ വാട്ടർ FRL ക്രോസ് ചെയ്യുമ്പോൾ FRL കൂടുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ക്രസ്റ്റിലൂടെ spilling. The step or joggle deflects sheet of water and consequently the lower end is sealed. For saddle siphon spillway, when water level exceeds FRL, water spills over crest. Crest-ന്റെ മുകളിലൂടെ water സ്പിൽ ചെയ്യും. വാട്ടർ ലെവൽ FRL എക്സീഡ് ചെയ്യുമ്പോൾ ക്രസ്റ്റിന് മുകളിലൂടെ അത് സ്പിൽ ചെയ്യാൻ തുടങ്ങും. ഇനി ഈ സാഡിൽ സൈഫോൺ സ്പിൽവേയിലുള്ള സ്റ്റെപ്പ് ഓർ ജോഗിൾ, അതിനകത്ത് സ്റ്റെപ്പ് അല്ലെങ്കിൽ ജോഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യും? ഈ ഷീറ്റ് ഓഫ് വാട്ടറിനെ ഡിഫ്ലക്ട് ചെയ്യും. സോ സ്റ്റെപ്പ് ഓർ ജോഗിൾ deflects the sheet of water. Deflects the
ഷീറ്റ് ഓഫ് വാട്ടറിനെ ഡിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ലോവർ എൻഡ് സീൽഡ് ആവും. ലോവർ എൻഡ് ഗെറ്റ്സ് സീൽഡ്. അപ്പൊ അതിന്റെ ലോവർ എൻഡ് സീൽഡ് ആവും. ഈ ലോവർ എൻഡ് സീൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എയർ ഗെറ്റ്സ് എൻട്രാപ്ഡ് ഇൻ ദ ലോവർ ലിംബ്. സ്പിൽവേയുടെ ലോവർ ലിംബിൽ എയർ വരും. സാഡിൽ സൈഫൺ സ്പിൽവേ ആണ്, അതിനകത്ത് ഒരു സൈഫൺ പോലെ ഉണ്ട്. അപ്പൊ ഈ ലോവർ എൻഡ് സീൽ ആകുമ്പോഴത്തേക്ക് ലോവർ ലിംബിൽ എയർ എന്താ എൻട്രാപ്ഡ് ആവും. എയർ ഗെറ്റ്സ് entrapped in the lower limb. അപ്പൊ എന്താണ്? വാട്ടർ ലെവൽ FRL നെ എക്സീഡ് ചെയ്യുമ്പോൾ സ്പിൽവേയുടെ ക്രസ്റ്റിന്റെ മുകളിലൂടെ സ്പിൽ ചെയ്യാൻ തുടങ്ങും. സ്പിൽ ചെയ്യുന്ന സമയത്ത് ഈ സാഡിൽ സൈഫൺ സ്പിൽവേയിൽ ഇരിക്കുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ ജോകൾ ഈ ഷീറ്റ് ഓഫ് വാട്ടറിനെ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോഴെന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ലോവർ എൻഡ് സീൽഡ് ആവും. ലോവർ എൻഡ് സീൽഡ് ആകുമ്പോൾ ഈ സൈഫണിന്റെ ലോവർ ലിംബിൽ എയർ വന്ന് എൻട്രാപ്ഡ് ആയി പോകും. Now this air is driven out by incoming water completely. അപ്പോൾ ഈ എൻട്രാപ്ഡ് ചെയ്യുന്ന എയറിനെ ആരാണ് ഡ്രൈവ് ഔട്ട് ചെയ്യുന്നത്? ഇൻകമിംഗ് വാട്ടർ ആണ് എൻട്രാപ്പ് ചെയ്തേക്കുന്ന എയറിനെ മൊത്തം ഡ്രൈവ് ചെയ്ത് കളയുന്നത്. This air is driven out by incoming water. അപ്പോൾ ഈ ഇതിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയറിനെ ഇൻകമിംഗ് വാട്ടർ കളയും. This air is driven out by incoming water. The process of evacuating and filling lower limb by water is known as priming. അപ്പോൾ ഇതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. എന്താണ്? Process of evacuating and filling lower limb by water. Process of evacuating and filling lower limb by water. അതായത് ഇൻകമിംഗ് ഷീറ്റ് ഓഫ് വാട്ടർ ഡിഫ്ലക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്താണ്? ലോവർ എൻഡിൽ എയർ വന്ന് എൻട്രാപ്പ് ആവും. ഈ എൻട്രാപ്പ് ആവുന്ന എയറിനെ ഇൻകമിംഗ് വാട്ടർ ആണ് ഫുള്ളി ഡ്രൈവ് ഔട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവാക്യുവേഷൻ ആൻഡ് ഫില്ലിംഗ് ഓഫ് ലോവർ ലിംബ് ബൈ വാട്ടർ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. പണ്ട് നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പിലൊക്കെ പ്രൈമിംഗ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും പ്രൈമിംഗ്. So this is known as priming. Once the siphon is primed, water starts flowing out till the level of water in the reservoir falls below the level of the upper limb. അപ്പോൾ പ്രൈമിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ once priming is done, അതായത് സൈഫൺ ഫുള്ളി പ്രൈംഡ് ആയതിനു ശേഷം എന്താണ്? വാട്ടർ starts flowing out till the level of water in reservoir falls below the level of upper limb. Falls below the level of upper limb. അപ്പോൾ ഈ ലോവർ ലിംബിനെ ലോവർ ലിംബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതും വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുന്നതും പ്രോസസ് ഓഫ് ഇവാക്യുവേറ്റിംഗ് ആൻഡ് ഫില്ലിംഗ് ലോവർ ലിംബ് ബൈ വാട്ടർ, അതിനെയാണ് പ്രൈമിംഗ്. അപ്പൊ ഈ സൈഫൺ പ്രൈംഡ് ആയതിനു ശേഷം, സൈഫണിന്റെ പ്രൈമിംഗ് നടന്നതിന് ശേഷം എന്താണ്? വാട്ടർ വെളിയിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എത്ര വരെ ഫ്ലോ ചെയ്യും? ഈ അപ്പർ ലിംബിന്റെ ലെവലിനേക്കാളും റിസർവോയറിലെ വാട്ടർ ലെവല് താഴുന്നത് വരെ വാട്ടർ പിന്നെ വെളിയിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് സാഡിൽ സൈഫൺ സ്പിൽവേ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സാഡിൽ സൈഫൺ സ്പിൽവേയുടെ ക്രെസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ റിസർവോയർ ലെവലിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസർവോയറിലെ വാട്ടർ ലെവല് FRLനേക്കാളും കൂടുമ്പോൾ എക്സസ് വാട്ടർ എന്തെയും ക്രെസ്റ്റിന്റെ മുകളിലൂടെ സ്പിൽ ചെയ്യും. അപ്പൊ ഈ സ്പിൽ ചെയ്യുന്ന വാട്ടർ, ആ ഒരു സ്പിൽ ചെയ്ത് വരുന്ന വാട്ടർ എന്ന് പറയുന്നത് ഒരു ഷീറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. ഷീറ്റ് ഓഫ് വാട്ടറിനെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ജോകൾ ഡിഫ്ലക്ട് ചെയ്യും.
സ്റ്റെപ്പ് അല്ലെങ്കിൽ ജോഗില് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലോവർ എൻഡ് സൈഡിൽ സൈഫൺ സ്പിൽവേയുടെ ലോവർ എൻഡ് വന്നങ്ങ് സീലാവും. ലോവർ എൻഡ് വന്ന് സീലാവും. ലോവർ ലിമ്പിനകത്ത് എയർ അങ്ങ് ട്രാപ്പ് ആവും. ലോവർ ലിമ്പില് എയർ ട്രാപ്പ് ആവും. അപ്പൊ ഈ ട്രാപ്ഡ് ആയിരിക്കുന്ന എയറിനെ വെളിയിൽ കളയുന്നത് ഈ ഇൻകമിംഗ് വാട്ടർ ആണ്. ഈ ഇൻകമിംഗ് വാട്ടർ ആണ് ലോവർ ലിമ്പില് ട്രാപ്ഡ് ആയിട്ടുള്ള എയറിനെ വെളിയിൽ കളയുന്നത്. സോ ദ പ്രോസസ് ഓഫ് ഇവാക്വേഷൻ ആൻഡ് ഫില്ലിംഗ് ലോവർ ലിംബ് ബൈ വാട്ടർ. ലോവർ ലിമ്പിനെ ഇവാക്വേറ്റ് ചെയ്യുന്നത് അതിനെ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൈമിംഗ് എന്ന് വിളിക്കും. സെൻട്രിഫ്യൂഗൽ പമ്പിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഡിൽ സൈഫൺ സ്പിൽവേയിലും പ്രൈമിംഗ്. അപ്പൊ സാഡിൽ സൈഫൺ സ്പിൽവേ ഒന്ന് പ്രൈം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്പിൽവേയിൽ വരുന്ന വാട്ടർ എല്ലാം വെളിയിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രൈമിംഗ്, സാഡിൽ സൈഫൺ സ്പിൽവേയുടെ പ്രൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിൽ വരുന്ന വാട്ടർ വെളിയിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. അത് വെളിയിലോട്ട് ഫ്ലോ ചെയ്യുന്നത് എത്ര നേരം ഫ്ലോ ചെയ്യുമെന്ന് വെച്ചാൽ സ്പിൽവേയുടെ അപ്പർ ലിമ്പിന്റെ ലെവലിനേക്കാളും റിസർവോയറിലെ വാട്ടർ ലെവൽ താഴുന്നത് വരെ സ്പിൽവേയിൽ വരുന്ന വാട്ടർ വെളിയിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. So this is how a saddle siphon spillway works and the figure is given. Second type of siphon spillway is volute siphon spillway. Volute siphon spillway. A volute siphon spillway consists of a vertical shaft circular in section. Consists of a vertical shaft circular in section provided with a cap converting the shaft. So volute siphon spillway consists of a vertical shaft circular in section. Circular section ഉള്ള ഒരു vertical shaft ഉണ്ട്. It is provided with a cap converting the it is provided with a cap converting the shaft. ഷാഫ്റ്റിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്യാപ്പും ഉണ്ട്. It has a low priming depth and higher discharge efficiency. ഇതിന് low priming depth, higher discharge efficiency ആണ്. സാഡിൽ സൈഫൺ സ്പിൽവേ കമ്പയർ ചെയ്യുമ്പോൾ വോല്യൂട്ട് സൈഫൺ സ്പിൽവേക്ക് പ്രൈമിംഗ് ഡെപ്ത് കുറവാണ്, അതുപോലെ ഡിസ്ചാർജ് എഫിഷ്യൻസി കൂടുതലുമാണ്. It takes place on account of vortex flow in the shaft and can be provided with earth dam also. Priming of volute siphon takes place on account of vortex flow in the shaft. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് vortex flow in the shaft വഴിയാണ് ഇതിന്റെ വർക്കിംഗ്. vortex flow in the shaft. ഷാഫ്റ്റിലെ vortex flow വെച്ചിട്ടാണ് volute siphon spillwayയുടെ working and it can be provided with earth dam also. Can be provided with earth dam. അപ്പോൾ സാഡിൽ സൈഫൺ സ്പിൽവേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും വർക്കിംഗ് സെയിം ആണ്. വോല്യൂട്ട് സൈഫൺ സ്പിൽവേക്ക് സാഡിൽ സൈഫൺ സ്പിൽവേക്ക് ഒരുപോലെയാണ് വർക്കിംഗ്. ഇതിന് പ്രൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴേ വാട്ടർ വെളിയിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുള്ളൂ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ഉണ്ട് വിച്ച് സർക്കുലർ ഇൻ സെക്ഷൻ. അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്യാപ്പും കൂടെ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, അതായത് സാഡിൽ സൈഫൺ സ്പിൽവേയും വോല്യൂട്ട് സൈഫൺ സ്പിൽവേയും കമ്പയർ ചെയ്യുവാണെങ്കിൽ വോല്യൂട്ട് സൈഫൺ സ്പിൽവേക്ക് പ്രൈമിംഗ് ഡെപ്ത് കുറവാണ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് എഫിഷ്യൻസി കൂടുതലുമാണ്. അപ്പൊ ഇതിനകത്ത് പ്രൈമിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിലുള്ള വോർട്ടെക്സ് ഫ്ലോ വെച്ചിട്ടാണ് ഇതിന്റെ വർക്കിംഗ്. അത് മാത്രമല്ല ഈ വോല്യൂട്ട് സൈഫൺ സ്പിൽവേയെ എർത്ത് ഡാമിന്റെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. വോല്യൂട്ട് സൈഫൺ സ്പിൽവേയെ എർത്ത് ഡാമിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. Figure is given alongside.